അങ്ങനെ എനിക്കും കിട്ടി D360 ATM കാർഡ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിനോദ് ഗത്തേൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. D360 എന്ന ബാങ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. സൗദിയിലെ എല്ലാ പ്രവാസികളും ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ബാങ്ക് റേറ്റ് കിട്ടുന്ന, തികച്ചും സെൻഡിങ് ഫീസ് ഫ്രീ ആയിട്ടുള്ള ഒരു ബാങ്കിങ് ആപ്ലിക്കേഷനാണ് D360. എൻ്റെ ചാനലിൽ തന്നെ എങ്ങനെയാണ് D360 അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് എന്നും, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും, അതിലേക്ക് എങ്ങനെയാണ് വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുന്നത് എന്നൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ D360 എന്ന ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ വീഡിയോയിൽ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിലേക്ക് പോവാം. അങ്ങനെ എനിക്കും കിട്ടി D360 ഫിസിക്കൽ ATM കാർഡ്. എനിക്ക് വന്ന SMS എന്ന് പറയുന്ന ഒരു കൊറിയറിൽ നിന്നാണ് എനിക്ക് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ എൻവലപ്പിൻ്റെ ഉള്ളിലാണ് D360 കാർഡ്. ഇതിനുള്ളൊരു ATM കാർഡ് ഉണ്ട്. ഇതാണ് ആ ATM കാർഡ്. കേട്ടോ, ഇതാണ് ATM കാർഡ്. അപ്പോൾ തികച്ചും ഫ്രീ ആണ് ഈ ATM കാർഡ്. എങ്ങനെയാണ് ഈ ATM കാർഡ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇനി പറയാം. അതായത് നമ്മൾ D360 എന്ന ബാങ്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ ഫില്ലപ്പും എല്ലാ പേരും എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ ഡിജിറ്റൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് നമുക്ക് ഉണ്ടാവും, നമ്മുടെ പ്രൊഫൈലിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്തതിന് ശേഷം D360 എന്ന് പറയുന്ന ബാങ്ക് ആപ്ലിക്കേഷൻ്റെ കസ്റ്റമർ കെയർ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയാൽ കിട്ടും. ആ നമ്പറിൽ വിളിച്ചിട്ട് അവരുടെ ഒരു ഏജൻറ്റുമായി സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഫിസിക്കൽ കാർഡിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ദിവസം കൊണ്ട് കിട്ടുമെന്ന് അവരോട് സംസാരിക്കുക. അപ്പോൾ അവർ പറയും നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന് ചോദിക്കും. നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കും, നിങ്ങളുടെ നാഷണൽ അഡ്രസ്സ് ചോദിക്കും. ആ നാഷണൽ അഡ്രസ്സിൽ തന്നെയാണോ ഉള്ളത് നോക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കും നാഷണൽ അഡ്രസ്സ് കറക്റ്റ് ഇല്ലെന്ന് ചോദിക്കും. അതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടും. അപ്പോൾ ഫിസിക്കൽ കാർഡിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഫിസിക്കൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടത്, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ആക്കുക. മൊബൈൽ ഓപ്പൺ ആക്കിയതിന് ശേഷം D360 പറയുന്ന ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫിസിക്കൽ കാർഡ് കിട്ടാത്തവർക്ക് അതിൽ ഡിജിറ്റൽ കാർഡ് എന്ന് കാണിക്കുന്നുണ്ടാവും, നമ്മളെ പ്രൊഫൈൽ ഇൻ്റർഫേസിൽ കാണിക്കുന്നുണ്ടാവും. ആ ഡിജിറ്റൽ കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ദ ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളെ കാർഡ് ഫിസിക്കലായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. ഇനി കാർഡ് കിട്ടിയവർ അതിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കാർഡ് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാർഡ് കിട്ടിയോ എന്ന് ചോദിക്കും. ആ കാർഡ് കിട്ടിയെന്ന് നമ്മൾ എഴുതുക, കൊടുക്കുക. അതായത് യെസ് ഐ റിസീവ് ദ ഫിസിക്കൽ കാർഡ് എന്ന് പറയുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു OTP, ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യാൻ പറയും. 4 അക്ക പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് ഈ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് യുവർ ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് വരും. അത് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാർഡ് ATM കാർഡ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സ്വൈപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാർഡ് കിട്ടിയവർ ഇങ്ങനെ ചെയ്യുക. കാർഡ് കിട്ടാത്തവർ ആദ്യം അപ്ലൈ ചെയ്തിട്ട് കാർഡ് ഓൺലൈനിൽ വരുത്തിക്കുക, കൊറിയർ വഴി വരുത്തിക്കുക. തികച്ചും ഫ്രീ ആണ് കാർഡ്. ഇങ്ങനെയാണ് ഫിസിക്കൽ കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നത്. പിൻ നമ്പറൊക്കെ കൊടുത്ത് ആക്ടിവേഷൻ ചെയ്യുക. എങ്ങനെയാണ് ഫിസിക്കൽ കാർഡ് കിട്ടാത്തവർ ആദ്യം തന്നെ ഡിജിറ്റൽ കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിസിക്കൽ കാർഡ് ഓൺലൈനിൽ വരുത്തിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മാതാപ്പേയിൽ ഈ കാർഡ് വർക്ക് ചെയ്യും. ഈ ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. D360 എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഫിസിക്കൽ കാർഡ് ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ATM കാർഡ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ D360 എന്ന് പറയുന്ന ബാങ്കിൻ്റെ
ഈ ATM കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ആപ്പിൾ വാലറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ കാർഡ് ഡിജിറ്റൽ കാർഡ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ കാർഡ് ഇപ്പോൾ മാതാ പേയിൽ വർക്ക് ചെയ്യുന്നില്ല. അത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മാതാ പേയിലിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയരുത്. അതിനാണ് നമ്മൾ ഈ ATMൻ്റെ ഫിസിക്കൽ കാർഡ് യൂസ് ചെയ്യുന്നത്.